ബിസിനെക്സ്റ്റിലേക്ക് സ്വാഗതം. അടുത്തയാഴ്ച സാമ്പത്തിക മേഖലയിൽ എന്ത് സംഭവിക്കും? ബെപ്കോയുടെ ആവശ്യം കെട്ടടങ്ങിയോ? സ്വർണ്ണവിലയുടെ അനിയന്ത്രിത കുതിപ്പിന്റെ കാരണമറിയാമോ? മാർക്കറ്റിൽ ഉൽപ്പന്ന വിലയുടെ കയറ്റിറക്കങ്ങൾ എങ്ങനെ? വിപണിയിലെത്തുന്ന പുതിയ ഉൽപ്പന്നങ്ങൾ ഏതൊക്കെ? കാണാം ബിസിനെക്സ്റ്റ്. മാറ്റങ്ങളൊന്നും ഗുണം പിടിക്കുന്നില്ലെന്ന മട്ടിലാണ് ബെപ്കോ. പ്ലാസ്റ്റിക് കുപ്പിയുടെ അധിക വില ഈടാക്കൽ പണി പാളിയ പോലെയാണ്. ഇനി ബെപ്കോ അവതരിപ്പിക്കുന്ന പുതിയ ഐറ്റം തുണിസഞ്ചിയാണ്. പ്ലാസ്റ്റിക് കുപ്പിയിലെ മദ്യത്തിന് അധിക വില ഈടാക്കുന്ന പദ്ധതി പരീക്ഷണഘട്ടത്തിൽ പാളിയതോടെ പുനരാലോചനയിലാണ് ബെവറേജസ് കോർപ്പറേഷൻ. കുപ്പിയില്ലെങ്കിൽ സഞ്ചി ഇറക്കാമെന്നാണ് പുതിയ ഐഡിയ കത്തിയിരിക്കുന്നത്. പ്ലാസ്റ്റിക് മാലിന്യ നിർമ്മാർജ്ജനമാണ് ബെപ്കോ ലക്ഷ്യമിടുന്നത്. പഴയ പത്രക്കടലാസിൽ കുപ്പികൾ പൊതിഞ്ഞു നിൽക്കുന്നത് ഒക്ടോബർ 1 മുതൽ അവസാനിപ്പിക്കണമെന്ന കർശന നിർദ്ദേശം റീജിയണൽ മാനേജർമാർക്കും എയർഹൌസ് മാനേജർമാർക്കും നൽകിയിട്ടുണ്ടെന്നാണ് സൂചന. എങ്കിലിനി സഞ്ചിയാവും ബെപ്കോയിലെ താരം. ജനുവരിയോടെ മുഴുവൻ വിൽപ്പനശാലയിലേക്കും വ്യാപിപ്പിക്കാനാണ് ബെപ്കോ കോർപ്പറേഷന്റെ ആലോചന. 15 രൂപയുടെയും 20 രൂപയുടെയും സജ്ജിയാണ് വിൽക്കുക. കുപ്പികളിൽ പതിക്കുന്ന സ്റ്റിക്കറിന്റെ അച്ചടി നിർത്തിവെക്കാൻ കോർപ്പറേഷൻ നിർദ്ദേശം നൽകിയതോടെയാണ് പദ്ധതി നിർത്തുകയാണെന്ന സംശയം തലപൊക്കിയത്. ആവശ്യത്തിന് സ്റ്റോക്ക് ഉള്ളതുകൊണ്ട് അച്ചടി നിർത്തിയതെന്നാണ് ഔദ്യോഗിക വിശദീകരണം. ആദ്യ പദ്ധതിയായ കുപ്പി തിരികെ വാങ്ങൽ തുടക്കത്തിൽ പല ഔട്ട്ലെറ്റുകളിലും തട്ടുകേടില്ലാതെ മുന്നോട്ടു പോയെങ്കിലും ഉപഭോക്താക്കളൊന്നും അത്ര സന്തുഷ്ടരായിരുന്നില്ല. ഈ പദ്ധതി എന്ന് പറഞ്ഞാൽ കൊണ്ടുവന്ന് ശരിയാണ്. പക്ഷെ മറുവശം തിരിച്ചു നോക്കുമ്പോൾ പല സ്ഥലത്തും പലരും കഴിക്കുന്നുണ്ട്. ആ കുപ്പി അവർക്ക് അന്ന് തന്നെ അവിടെ നിന്ന് പൂസായി പോകും, കിടന്നു പോകും. കൊണ്ടുവരാൻ സാധ്യത വളരെ കുറവാണ്. അപ്പോൾ ആരാണ് ഇത് കൊണ്ടുവന്നിട്ട് 20 രൂപ ഇതിനു വേണ്ടി നിൽക്കാൻ പോണത്? ഇത് മോശമായൊരു പദ്ധതി തന്നെയാണ്. പ്ലാസ്റ്റിക് മാലിന്യ നിർമ്മാർജ്ജനമാണ് ലക്ഷ്യമെന്ന് പറഞ്ഞിരുന്നെങ്കിലും ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കാത്തതും ബ്രാൻഡ് അളവ് വ്യത്യാസമില്ലാതെ ഒറ്റയടിക്ക് 20 രൂപ കൂടിയതോടെ ഉപഭോക്താക്കളുടെ എതിർപ്പുയർന്നതുമാണ് നിലവിൽ കുപ്പി തിരികെ വാങ്ങലിന്റെ പ്രധാന പ്രശ്നം. തുക അധികം ഈടാക്കുന്നതിനാൽ പരിഭവിച്ച മദ്യം വാങ്ങാതെ തിരികെ പോകുന്നവരും കൂടുതലാണ്. എൻ്റെ അഭിപ്രായത്തിൽ 20 രൂപ കൊടുത്ത് ബിവറേജിലൊക്കെ തിരിച്ചു കൊടുത്തിട്ട് മദ്യക്കുപ്പി പ്ലാസ്റ്റിക് ബോട്ടിൽ മേടിക്കുന്നത് ഒരു മോശം അഭിപ്രായമാണ്. പ്ലാസ്റ്റിക് കുപ്പികളിൽ മദ്യം വാങ്ങുന്നവരിൽ നിന്ന് 20 രൂപ ഈടാക്കുന്ന ഡെപ്പോസിറ്റ് പദ്ധതിയാണ് ബെപ്കോയിൽ നടപ്പാക്കിയത്. കുപ്പി തിരികെ നൽകിയാൽ ഈ തുക തിരികെ ലഭിക്കും. ബെപ്കോ സ്റ്റിക്കർ പതിച്ച കുപ്പികൾ ആര് തിരികെ കൊണ്ടുവന്നാലും 20 രൂപ നൽകിയിരുന്നു. ബെപ്കോയുടെ സ്റ്റിക്കർ വ്യക്തമാക്കുന്ന നിലയിലായിരിക്കണം കുപ്പി തിരികെ എത്തിക്കേണ്ടത് എന്നുമാത്രം. തിരുവനന്തപുരം, കണ്ണൂർ ജില്ലകളിലെ 10 വീതം ഔട്ട്ലെറ്റുകളിലാണ് പരീക്ഷണാടിസ്ഥാനത്തുള്ള മദ്യവിതരണം നടന്നുവരുന്നത്. തിരുവനന്തപുരം, കണ്ണൂർ ജില്ലകളിലെ 20 വിൽപ്പനശാലകളിലായിരുന്നു സെപ്റ്റംബർ 10 മുതൽ പരീക്ഷണത്തിനായി തിരഞ്ഞെടുത്തത്. 20 രൂപ അതിനകത്ത് നമുക്ക് കിട്ടുന്നുള്ളൂ. അത് നല്ലൊരു തീരുമാനമാണ്. ഞാൻ നോക്കിയിട്ട് നല്ല തീരുമാനമാണ്. നമ്മളിപ്പോൾ എവിടെ നോക്കിയാലും റോഡ് സൈഡിൽ എവിടെയായാലും മദ്യം കുപ്പികളാണ് മൊത്തം കാണുന്നത്. സ്കൂൾ പിള്ളേർ അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം സ്കൂൾ പിള്ളേർ നടന്നുകൊണ്ടിരിക്കും. ഇത് കാണുമ്പോൾ ഫസ്റ്റ് അവർക്ക് അറിയത്തില്ല. അപ്പോൾ അവരതിനെ കുറിച്ചിട്ട് ഒരു കൂടുതൽ ചിന്തിച്ച് പോകും. അപ്പോൾ അത് കാണാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഗവൺമെന്റ് ഇങ്ങനെ ഒരു നിയമനം കൊണ്ടുവന്നത്. നല്ലതാണ്. അധിക വില ഈടാക്കി തുടങ്ങിയതോടെ ഷോപ്പുകളിൽ ഉപഭോക്താക്കളും ജീവനക്കാരും തമ്മിൽ തർക്കം സ്ഥിരം കാഴ്ചയായി മാറിയിരിക്കുകയെന്നാണ് ജീവനക്കാരുടെ പരാതി. പദ്ധതി നടപ്പാക്കിയ ഷോപ്പുകളിൽ കച്ചവടം കുറഞ്ഞത് മറ്റൊരു തലവേദനയും. കൺസ്യൂമർ ഫെഡിന്റെ ഷോപ്പുകളിൽ വിൽപ്പന കൂടുകയും ചെയ്തു. ആവശ്യമായ സംവിധാനങ്ങൾ ഒരുക്കുന്നതുവരെ പദ്ധതി നിർത്തിവെക്കണമെന്നാണ് ഷോപ്പ് മാനേജർമാരും ജീവനക്കാരുടെയും സംഘടനകളും ആവശ്യപ്പെട്ടിരുന്നു. തീരുമാനം എന്താകുമെന്ന് കാത്തിരിക്കുകയാണിവർ. നമ്മളിപ്പോൾ ഒരു വ്യക്തി കൊണ്ടുപോകും, നമ്മൾ വീട്ടിൽ വെച്ച് കഴിക്കുന്നു, തിരിച്ച് അതിൻ്റെ ഓർമ്മയുണ്ടാവും, തിരിച്ചു കൊണ്ടുവന്ന് കൊടുക്കും. പക്ഷെ മറ്റൊരു 4-5 പേര് ഇന്ന് കഴിക്കുന്ന സ്ഥാനത്ത് അവർക്ക് അതിൻ്റെ ഓർമ്മകൾ ഉണ്ടാവില്ല. അങ്ങനെ വലിച്ചെറിഞ്ഞിട്ട് അങ്ങോട്ട് പോകും. പിന്നെ ചവരെടുക്കുന്നവർ അങ്ങോട്ട് കൊണ്ടുപോകും. കുപ്പി പെട്ടെന്ന് തന്നെ തിരിച്ചു നൽകുന്നതിനായി വിൽപ്പനശാലകളുടെ പരിസരത്ത് പരസ്യ മദ്യഭോജനം പെരുകിയതോടെയാണ് മാനേജർമാർ പരാതി കെട്ടഴിച്ചത്. 1130 രൂപ വേതനം നൽകിയാണ് തിരിച്ചെത്തുന്ന കുപ്പി ശേഖരിക്കാൻ ഷോപ്പുകളിൽ ആളെ വെച്ചത്. കുടുംബശ്രീ പ്രവർത്തകർ ചിലയിടത്ത് ജോലിക്കെത്തിയെങ്കിലും 1-2 ദിവസം കൊണ്ട് തന്നെ പണി മതിയാക്കി. ഉപഭോക്താക്കളുടെയും ജീവനക്കാരുടെയും പ്രയാസങ്ങൾ ചർച്ച ചെയ്തു വരുന്നതായി
ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ഹർഷിത അട്ടല്ലൂരി പറഞ്ഞു. നല്ലൊരു കാര്യമാണ്, പക്ഷേ ജനങ്ങൾക്ക് അതൊരു ബുദ്ധിമുട്ടാണ്. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും പദ്ധതി തുടരാനാണ് ബെപ്കോ തീരുമാനം. ഒപ്പം ഇനി തുണിസഞ്ചി വിൽപ്പനയുടെ നീക്കുപോക്കും അറിയാം. സ്വർണ്ണവില കയറ്റിറക്കത്തിലാണ്. പക്ഷേ ഈ ഇറക്കങ്ങളെല്ലാം വലിയ കുതിപ്പിലേക്ക് തന്നെയാണ് നയിക്കുന്നത്. ഈ അനിയന്ത്രിത കുതിപ്പിന്റെ കാരണമറിയാമോ? സ്വർണ്ണ വിപണി ഓരോ നിമിഷവും മാറിമറിയുകയാണ്. വരും ദിവസങ്ങളിലും വിലക്കയറ്റം പ്രതീക്ഷിക്കാമെന്നാണ് വിദഗ്ധർ പറയുന്നത്. രാജ്യാന്തര വില ഔൺസിന് $3,790 നിന്ന് $3,717 കൂപ്പുകുത്തിയതാണ് കഴിഞ്ഞ ദിവസങ്ങളിലെ വിലക്കുറവിന് കാരണം. രാജ്യാന്തര വില $3,744 തിരിച്ചു കയറിയത് വീണ്ടും ആശങ്ക സൃഷ്ടിച്ചിട്ടുണ്ട്. ഇതേ ട്രെൻഡാണ് തുടരുന്നതെങ്കിൽ സ്വർണ്ണവില ഇനിയും പിടിത്തം തരാതെ ഉയരുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇപ്പോൾ ഡോളറും കടപ്പത്ര ആദായ നിരക്കും വീണ്ടും അല്പം താഴ്ന്ന പശ്ചാത്തലത്തിലും ഭൗമരാഷ്ട്രീയ സംഘർഷങ്ങൾ ഉയർത്തുന്ന ആശങ്കയുമാണ് സ്വർണ്ണവില തിരിച്ചുകയറാൻ വഴിയൊരുക്കുന്നത്. സ്വർണ്ണനിരക്ക് ഉയരുകയും കുറയുകയും ചെയ്യുന്നുണ്ട്, പക്ഷേ വർധനയ്ക്ക് ആനുപാതികമായി ഇടിവ് രേഖപ്പെടുത്തുന്നില്ല. ധനനയ സൂചനകൾ, ജിയോ പൊളിറ്റിക്കൽ അനിശ്ചിതത്വങ്ങൾ, രൂപയുടെ മൂല്യത്തകർച്ച എന്നിവയെല്ലാം സ്വർണ്ണവിലയെ വലിയ തോതിൽ സ്വാധീനിച്ചിട്ടുണ്ട്. പ്രധാന കാരണങ്ങളിലൊന്ന് US കേന്ദ്ര ബാങ്കായ ഫെഡറൽ റിസർവിന്റെ നയങ്ങളാണ്. വ്യാപാര തടസ്സങ്ങളും സാമ്പത്തിക പ്രതിസന്ധികളും സ്വർണത്തിനുള്ള സുരക്ഷിത നിക്ഷേപ ആവശ്യം വർദ്ധിപ്പിക്കുന്നുണ്ട്. ഈ സാഹചര്യങ്ങളുടെ പശ്ചാത്തലത്തിൽ വികസ്വര രാജ്യങ്ങളിലെ സെൻട്രൽ ബാങ്കുകൾ അവയുടെ കരുതൽ ശേഖരത്തിലേക്ക് സ്വർണം ചേർക്കുന്നതും വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതും സ്വർണത്തിന്റെ വില വർധനവിന് കാരണമായി. രൂപയുടെ മൂല്യത്തകർച്ചയും ഇന്ത്യയിലെ ഉത്സവ വിവാഹ സീസണുകളിലെ ശക്തമായ ആവശ്യവും ആഭ്യന്തര വിപണിയിൽ സ്വർണ്ണവിലയുടെ കുതിപ്പിന് ആക്കം കൂട്ടി. ഈ സാഹചര്യങ്ങളെല്ലാം കൊണ്ടുതന്നെ വരും ദിവസങ്ങളിലും സ്വർണ്ണവില വർദ്ധിക്കുമെന്നാണ് റിലയൻസ് സെക്യൂരിറ്റീസിലെ സീനിയർ റിസർച്ച് അനലിസ്റ്റ് ജിഗർ ത്രിവേദി പറയുന്നത്. ഡിസംബറോടെ 10 ഗ്രാം സ്വർണത്തിന് വില 1,25,000 രൂപ മുതൽ 1,30,000 രൂപ വരെ ഉയരാം. വലിയ സംഭവ വികാസങ്ങൾ ഇല്ലാതെ തന്നെ സ്വർണ്ണവില 1.25 ലക്ഷം മുതൽ 1.35 ലക്ഷം രൂപ വരെയുള്ള പരിധിയിലേക്ക് അടുക്കുമെന്ന് തന്നെയാണ് നിരീക്ഷണം. കാർഷിക വിപണിയിൽ അടുത്ത വാരം തെക്കൻ കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങൾ റബ്ബർ ഉൽപ്പാദനം ഉയർത്താനുള്ള ഒരുക്കത്തിലാണ്. രാജ്യാന്തര മാർക്കറ്റിലും റബ്ബറിന് തളർച്ചയാണ്. കനത്ത മഴയിൽ സംസ്ഥാനത്ത് റബ്ബർ ടാപ്പിംഗ് പൂർണ്ണമായി സ്തംഭിച്ചത് വിലക്കയറ്റത്തിന് വഴിതെളിയിക്കുകയും ചെയ്തു. ഉത്തരേന്ത്യൻ വ്യാപാരികൾ നവരാത്രി ആഘോഷങ്ങളിലേക്ക് തിരിച്ചെത്തിയതോടെ കുരുമുളകിന് ആഭ്യന്തര ഡിമാൻഡ് കുറയുകയും ചെയ്തു. ഉത്സവകാലത്തും ആവശ്യം വർദ്ധിക്കാതിരുന്നത് നാളികേര ഉൽപ്പന്നങ്ങൾക്കും തിരിച്ചടിയായി. ഏഷ്യൻ റബ്ബർ മാർക്കറ്റുകൾ മാന്ദ്യത്തിലേക്ക്. മുഖ്യ ഉൽപാദന രാജ്യങ്ങൾ സീസണിന് ഒരുങ്ങുന്നതിനിടയിലാണ് ഒരാഴ്ച നീളുന്ന പ്രാദേശിക അവധികൾക്കായി ചൈന ഒരുങ്ങുന്നത്. അവധി ദിവസങ്ങൾ മുന്നിൽ കണ്ട് ചരക്ക് സംഭരണ രംഗത്തു നിന്നും ഇതിനകം തന്നെ വാങ്ങലുകാർ പിന്നോക്കം വലിഞ്ഞത് രാജ്യാന്തര മാർക്കറ്റിലും ആവേശം കുറച്ചു. ബീജിംഗിൽ നിന്നുള്ള വ്യവസായികളുടെ പിന്മാറ്റം ബാങ്കോക്ക് വിപണിയെ ബാധിച്ചെങ്കിലും തായ്ലാന്റിൽ നിലനിന്ന കനത്ത മഴ വിലത്തകർച്ചയിൽ നിന്നും വിപണിയെ താങ്ങി നിർത്തി. വാരാന്ത്യം തായ് വിപണിയിൽ റബ്ബർ വില 18,688 രൂപയിലാണ്. അതേസമയം ജപ്പാൻ എക്സ്ചേഞ്ചിൽ റബ്ബർ കരുത്തു നിലനിർത്താൻ ക്ലേശിച്ചു.
മാസമദ്യം കിലോ 324 യെന്നിൽ ഇടപാടുകൾ നടന്ന റബ്ബറിന് ഈ വാരം 312 യെന്നിന് മുകളിൽ ഇടം കണ്ടെത്താനായില്ല. ഓപ്പറേറ്റർമാർ വിൽപ്പനയ്ക്ക് കാണിച്ച തിടുക്കവും പുതിയ നിക്ഷേപകരുടെ അഭാവവും ഒസാക്കയിൽ റബ്ബറിന് സമ്മർദ്ദമുളവാക്കിയത് ഇടപാടുകാരെ സിംഗപ്പൂർ, ചൈനീസ് വിപണികളിലും വിൽപ്പനയ്ക്ക് മുൻതൂക്കം നൽകാൻ പ്രേരിപ്പിച്ചു. കേരളത്തിൽ വാരാന്ത്യത്തിന്റെ തുടക്കത്തിൽ പല ഭാഗങ്ങളിലും തെളിഞ്ഞ കാലാവസ്ഥ നിലനിന്നത് ഉൽപാദകരെ തോട്ടങ്ങളിൽ സജീവമാക്കിയെങ്കിലും വാരമധ്യത്തോടെ ന്യൂനമർദ്ദം കനത്ത പേമാരിക്ക് ഇടയാക്കി. റെയിൻഗാർഡ് ഇട്ട തോട്ടങ്ങളിൽ പോലും ടാപ്പിംഗിന് അവസരം ലഭിക്കാതെ കർഷകർ രംഗത്ത് നിന്ന് വിട്ടുനിൽക്കാൻ നിർബന്ധിതരായി. നിലവിലെ കാലാവസ്ഥ കണക്കിലെടുത്താൽ വാരമധ്യത്തോടെ മാത്രമേ ഇനി പല ഭാഗങ്ങളിലും റബ്ബർ ടാപ്പിംഗ് പുനരാരംഭിക്കാനാവൂ. ഉൽപാദന രംഗത്ത് പ്രതിസന്ധി മനസ്സിലാക്കി ടയർ ലോബി ചുവട് മാറ്റി ചവിട്ടി. വാരാവസാനം 4ാം ഗ്രേഡ് റബ്ബറിന് കിലോ 188 രൂപ വരെ അവർ വാഗ്ദാനം ചെയ്തു. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ നവരാത്രി ആഘോഷങ്ങളിലേക്ക് മാറിയതോടെ ഇവിടെ നിന്നുള്ള വാങ്ങലുകാർ സുഗന്ധവ്യഞ്ജന വിപണികളിൽ നിന്നും പിൻവലിഞ്ഞു. വാങ്ങൽ താൽപര്യം ചുരുങ്ങിയത് കുരുമുളകിന് തിരിച്ചടിയായി. വാരാന്ത്യത്തിന്റെ തുടക്കത്തിൽ കിലോ 68,600 രൂപയിൽ വ്യാപാരം നടന്ന കുരുമുളക് വാരാവസാനം 67,600 രൂപയിലേക്ക് ഇടിഞ്ഞു. വിപണിയിലെ തളർച്ചയിൽ പരിഭ്രാന്തരായി ഒരു വിഭാഗം സ്റ്റോക്കിസ്റ്റുകൾ ചരക്ക് വിൽപ്പനയ്ക്ക് തിടുക്കം കാണിച്ചു. അതേസമയം ദീപാവലി വരെയുള്ള കാലയളവിൽ വീണ്ടും ആവശ്യക്കാരെത്തുമെന്ന നിഗമനത്തിൽ കർഷകർ ചരക്ക് പിടിക്കുകയാണ്. ഇതിനിടയിൽ കനത്ത മഴയിൽ ഹൈറേഞ്ചിൽ വ്യാപകമായി കൃഷിനാശം സംഭവിച്ചതായി കർഷകർ. ഒട്ടുമിക്ക തോട്ടങ്ങളിലും തിരികളിൽ നിന്നും കുരുമുളക് മണികൾ അടർന്നു വീണു. എന്നാൽ നാശനഷ്ടം സംബന്ധിച്ച് ഉൽപാദകർക്ക് വ്യക്തമായ കണക്കെടുപ്പിന് അവസരം ലഭിച്ചിട്ടില്ല. ഏലം വിളവെടുപ്പ് ഊർജിതമായി മുന്നേറുന്നതിനൊപ്പം പുതിയ ചരക്ക് വിറ്റുമാറാൻ കർഷകരും ഉത്സാഹിച്ചു. സീസൺ കാലയളവിൽ മെച്ചപ്പെട്ട വില ലേലത്തിൽ ഉറപ്പുവരുത്താനായതാണ് ഉൽപാദകരുടെ ആത്മവിശ്വാസം ഉയർത്തിയത്. പല ഭാഗങ്ങളിലും മികച്ച ഇനം ഏലമാണ് വിളവെടുക്കുന്നത്. ശരാശരി ഇനങ്ങൾക്ക് 2,500 രൂപയുടെ താങ്ങ് പിന്നിട്ട വാരം നഷ്ടപ്പെട്ടു. ആഭ്യന്തര വ്യാപാരികൾക്കൊപ്പം കയറ്റുമതിക്കാരും ഏലക്ക സംഭരിക്കാൻ രംഗത്തുണ്ട്. ഒരു മാസത്തെ ഇടവേളയ്ക്ക് ശേഷം കേരളത്തിൽ വെളിച്ചെണ്ണ വില താഴ്ന്നു. വെളിച്ചെണ്ണയ്ക്ക് നവരാത്രി ഡിമാൻഡ് മില്ലുകാരുടെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാഞ്ഞത് സ്റ്റോക്ക് വിറ്റുമാറാൻ പലരെയും പ്രേരിപ്പിച്ചു. കൊച്ചിയിൽ വെളിച്ചെണ്ണ വില 36,800 രൂപയിൽ നിന്നും 36,600 രൂപയായി കുറഞ്ഞു. കൊപ്ര വില 300 രൂപ കുറഞ്ഞ് 21,700-ൽ വ്യാപാരം നടന്നു. കൊപ്രക്ഷാമം തുടരുന്നതിനാൽ വില കൃത്രിമമായി ഇടിക്കാനുള്ള നീക്കങ്ങളിൽ നിന്നും ഒരു വിഭാഗം വിട്ടുനിൽക്കാം. അതേസമയം വിപണിയിലെ തളർച്ചയിൽ പരിഭ്രാന്തരായ സ്റ്റോക്കിസ്റ്റുകൾ എണ്ണ വിറ്റുമാറാൻ തിടുക്കം കാണിക്കുന്നുണ്ട്. ഇനി ലോഞ്ച് പാഡ്. പുതിയ ആഴ്ചയിൽ വിപണിയിലെത്തുന്ന പുത്തൻ താരങ്ങൾ. വാഹനപ്രേമികൾക്കൊരു സന്തോഷ വാർത്ത. ഒക്ടോവിയ RS തിരികെ എത്തുന്നു. ഒക്ടോബർ 6 മുതൽ പ്രീ ബുക്കിംഗ് ചെയ്യാം. വീണ്ടും വാഹന ലോകത്ത് വാർത്തയായിരിക്കുകയാണ് സ്കോഡ എന്ന ബ്രാൻഡ്. ഇത്തവണ അത്യുഗ്രൻ പെർഫോമൻസുമായി തിരികെയെത്തുന്ന ഒക്ടാവിയ RS ആണ് താരം. ഒക്ടോബർ 17-ന് 4ാം തലമുറ ഒക്ടാവിയ RSനെ പുറത്തിറക്കുമെന്നാണ് സ്കോഡ അറിയിച്ചിരിക്കുന്നത്. ഒക്ടോബർ 6 മുതൽ ഒക്ടാവിയയുടെ പെർഫോമൻസ് മോഡൽ സ്പോർട്ടി സെഡാന്റെ പ്രീ ബുക്ക് ചെയ്യാമെന്നാണ് സ്കോഡ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇക്കഴിഞ്ഞ ജനുവരിയിൽ നടന്ന ഭാരത് മൊബിലിറ്റി എക്സ്പോ 2025-ലാണ് ഈ പെർഫോമൻസ് സെഡാൻ ആദ്യമായി ഇന്ത്യയിൽ പ്രദർശിപ്പിച്ചത്. ആദ്യഘട്ടത്തിൽ വെറും 100 മോഡൽ മാത്രമായിരിക്കും വിൽപ്പനയ്ക്ക് എത്തുക. കമ്പനിയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് വഴി മാത്രമാണ് ബുക്ക് ചെയ്യാനാവുക. നവംബർ 6 മുതൽ ഇവയുടെ വിതരണം ആരംഭിക്കുമെന്നാണ് കമ്പനി അറിയിച്ചിരിക്കുന്നത്. 2.0 ലിറ്റർ ടർബോ പെട്രോൾ, 7 സ്പീഡ് DSG ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനുമുള്ള പവർ ട്രെയിൻ ആയിരിക്കും. പെർഫോമൻസ് സെഡാന് 6.6 സെക്കൻഡിനുള്ളിൽ 0-ൽ നിന്ന് 100 കിലോമീറ്റർ വേഗം കൈവരിക്കാൻ കഴിയും. അതോടൊപ്പം മണിക്കൂറിൽ 250 കിലോമീറ്റർ ആവും പരമാവധി വേഗം. മുൻ പതിപ്പുകളെ പോലെ പുതിയ ഒക്ടാവിയ RSഉം ഒരു CBU യൂണിറ്റായി ഇന്ത്യയിലെത്തും. അതിനാൽ എക്സ് ഷോറൂം വില 50 ലക്ഷം രൂപയ്ക്ക് മുകളിലായിരിക്കുമെന്നാണ് വിപണിയുടെ കണക്കുകൂട്ടൽ. 2024-ൽ ആഗോള വിപണികളിൽ ഫേസ് ലിഫ്റ്റ് ചെയ്തതിന് ശേഷമാണ് ഒക്ടാവിയ RS മോഡൽ ഇന്ത്യയിലേക്ക് എത്തുന്നത്. കൃത്യമായി പറഞ്ഞാൽ ഏകദേശം 2.5 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഒക്ടാവിയ നെയിം പ്ലേറ്റ് ഇന്ത്യൻ വിപണിയിലേക്ക് തിരിച്ചുവരുന്നു എന്നതും ഈ മോഡലിനെ ശ്രദ്ധേയമാക്കുന്നു. മുൻപ് പ്രീ ഫേസ് ലിഫ്റ്റ് രൂപത്തിൽ വിറ്റിരുന്ന സെഡാൻ 2023-ൽ BS6 ഫേസ് 2 മാനദണ്ഡങ്ങൾ നടപ്പിലാക്കിയതോടെ നിർമ്മാതാക്കൾ പിൻവലിക്കുകയായിരുന്നു. ഫേസ് ലിഫ്റ്റ് ഒക്ടാവിയ നിരയിൽ കമ്പനി കാര്യമായ മാറ്റങ്ങൾ നടപ്പിലാക്കിയിട്ടുണ്ട്.
ആംഗുലർ ഡേ ടൈം റണ്ണിംഗ് ലാമ്പുകളുള്ള പുതിയ മാട്രിക്സ് LED ഹെഡ് ലാമ്പുകളുള്ള പുതുക്കിയ ഫ്രണ്ട് ഫാസിയ, ഗ്രില്ലിലും ടെയിൽ ലാമ്പുകളിലും മാറ്റങ്ങൾ എന്നിവയാണ് പ്രധാന അപ്ഗ്രേഡുകൾ. അതേസമയം വലിയ വീലുകൾ, സ്പോർട്ടിയർ ബമ്പറുകൾ, ബൂട്ട് ലിപ്പ് സ്പോയിലർ എന്നിവയുൾപ്പെടെ കൂടുതൽ സ്പോർട്ടിയർ ഡിസൈൻ ഘടകങ്ങൾ RS പതിപ്പ് ചേർക്കുന്നു. ക്യാബിനിൽ RS മോഡലിന് മുന്നിൽ സ്പോർട്സ് സീറ്റുകൾ ലഭിക്കുന്നു. എന്നിരുന്നാലും കൂടുതൽ ശ്രദ്ധേയമായ അപ്ഡേറ്റ് ഇൻഫോർടൈൻമെന്റ് സിസ്റ്റത്തിലായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്ത്യയിൽ മുൻപ് സ്റ്റാൻഡേർഡ് 4ാം തലമുറ സെഡാനിൽ നൽകിയിരുന്ന 10 ഇഞ്ച് യൂണിറ്റിൽ നിന്ന് വ്യത്യസ്തമായി RSൽ 13 ഇഞ്ച് ടച്ച് സ്ക്രീൻ സ്റ്റാൻഡേർഡായി വരുമെന്നാണ് ആരാധകരുടെ പക്ഷം. വരുന്ന ഡിസംബറിനുള്ളിൽ ഇന്ത്യയിലെത്തുമെന്നാണ് OnePlus 15 ഉറപ്പു നൽകുന്നത്. പുതിയതായി പ്രഖ്യാപിച്ച സ്നാപ്ഡ്രാഗൺ 8 എലൈറ്റ് Gen 5 ആണ് ഫോണിന്റെ കരുത്ത്. ഇന്ത്യൻ സ്മാർട്ട് ഫോൺ വിപണിയിൽ താരമാകാനുള്ള ഒരുക്കത്തിലാണ് പ്രീമിയം സ്മാർട്ട് ഫോൺ ബ്രാൻഡായ OnePlus. ഈ വർഷത്തെ മികച്ച ആൻഡ്രോയിഡ് മൊബൈൽ ചിപ്സെറ്റായ ക്വാൽകോമിന്റെ സ്നാപ്ഡ്രാഗൺ 8 എലൈറ്റ് Gen 5 ആണ് OnePlus 15ന്റെ കാതൽ. 16 GB റാമും 1 TB സ്റ്റോറേജും വരെയുള്ള ഒന്നിലധികം കോൺഫിഗറേഷനുകളിൽ ഫോൺ ലഭ്യമാകും. പുതിയ ചിപ്സെറ്റിന്റെ പ്രവർത്തനത്തോടെ മികച്ച പ്രകടനം കാഴ്ചവെക്കുമെന്നാണ് കമ്പനിയും ആരാധകരും ഒരുപോലെ പ്രതീക്ഷിക്കുന്നത്. ഫോണിൽ ഗെയിമുകൾ കൂടുതൽ സുഗമമായി കൈകാര്യം ചെയ്യാൻ ലക്ഷ്യമിട്ടുള്ള ഇൻഹൌസ് ഒപ്റ്റിമൈസേഷൻ എഞ്ചിനായ OnePlus ഫെങ്ചി ഗെയിമിംഗ് കോർ 2.0 കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഫോട്ടോഗ്രാഫിയുടെയും ഗെയിമിംഗിന്റെയും ഒരു പവർ ഹൌസായി ഈ ഫോൺ മാറുമെന്നാണ് ആരാധകരുടെ പക്ഷം. അമേരിക്കയിൽ OnePlusഉം ഹാസൽബ്ലാഡും അവരുടെ 5 വർഷത്തെ പങ്കാളിത്തം അവസാനിപ്പിച്ചതിനു ശേഷമുള്ള ആദ്യത്തെ മോഡലായിരിക്കും OnePlus 15. പുതിയ സ്നാപ്ഡ്രാഗൺ ചിപ്പ് സവിശേഷതകൾ കമ്പനി എങ്ങനെ പ്രയോജനപ്പെടുത്തുമെന്നതുൾപ്പെടെ OnePlus 15നെ കുറിച്ച് നിരവധി സംശയങ്ങൾ ഇപ്പോഴും വിദഗ്ധരടക്കമുള്ളവർക്കുണ്ടെന്നാണ് സൂചന. 7300 mAh ഗ്ലേസിയർ ബാറ്ററിയും വേഗമേറിയ ചാർജിംഗുമാണ് OnePlus 15ന്റെ പ്രത്യേകത. മെയിൻ ടെലിഫോട്ടോ ലെൻസുകളിൽ ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ ഉള്ള 3 ക്യാമറകളാണ് മറ്റൊരു പ്രത്യേകത. സിംഗിൾ പോയിന്റ് അൾട്രാസോണിക് അണ്ടർ സ്ക്രീൻ ഫിംഗർ പ്രിന്റ് റീഡർ, നെക്സ്റ്റ് ജനറേഷൻ വെറ്റ് ടച്ച് അൽഗോരിതം, അൾട്രാ ലീനിയർ ഡ്യുവൽ സ്പീക്കറുകൾ, നെക്സ്റ്റ് ജനറേഷൻ കൂളിംഗ് സിസ്റ്റം എന്നിവയാണ് മറ്റ് സവിശേഷതകൾ. പർപ്പിൾ, ടൈറ്റാനിയം, ബ്ലാക്ക് എന്നീ 3 നിറങ്ങളിലും 12 GB പ്ലസ് 256 GB മുതൽ 16 GB പ്ലസ് 1 TB വരെ വലിപ്പമുള്ള 5 സ്റ്റോറേജ് വേരിയന്റുകളിലും ഇത് വാഗ്ദാനം ചെയ്യും. വിനോദവാരം. ഒക്ടോബറിൽ ഹോളിവുഡിൽ റിലീസിനെത്തുന്നത് കോമഡി മുതൽ ഹൊറർ വരെയുള്ള അത്യുഗ്രൻ ചിത്രങ്ങളാണ്. നോക്കാം വിശേഷങ്ങളിലേക്ക്. മിക്സ്ഡ് മാർഷൽ ആർട്സ് താരമായ കാർക്കറിന്റെ ബയോപിക്കാണ് ദ സ്മാഷിംഗ് മെഷീൻ. തീവ്രമായ പോരാട്ടങ്ങളിലൂടെ പ്രശസ്തിയിലേക്ക് ഉയർന്ന കെറിന്റെ ജീവിതത്തിന്റെ നേർചിത്രമായിരിക്കുമെന്നാണ് വിലയിരുത്തൽ. ഡ്വെയ്ൻ ജോൺ, എമിലി ബ്ലണ്ട്, റയാൻ ബാഡർ എന്നിവർ പ്രധാന കഥാപാത്രങ്ങളിലെത്തുന്ന ദ സ്മാഷിംഗ് മെഷീൻ ഒക്ടോബർ 3 റിലീസിനെത്തുന്നു. ഈ വർഷം ഹോളിവുഡ് ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രങ്ങളിലൊന്നാണിത്. HBO ഡോക്യുമെന്ററി കെറിന്റെ പുനരാഖ്യാനമാണ് ഈ ചിത്രം. MMA പോരാളിയായി കായിക രംഗത്ത് ആധിപത്യം സ്ഥാപിച്ചതിൽ നിന്നും തന്റെ കരിയറിലെ ഏറ്റവും താഴ്ന്ന നിലയിലേക്കുള്ള യാത്രയും സിനിമയിൽ ആവിഷ്കരിക്കുന്നുണ്ട്. ചലഞ്ചേഴ്സ്, കോൾ മീ ബൈ യുവർ നെയിം എന്നീ ചിത്രങ്ങളിലൂടെ നിരൂപക പ്രശംസ നേടിയ സംവിധായകയും ലൂക്ക ഗോഡ്ഗിനോയുടെ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന പുതിയൊരു സൈക്കോളജിക്കൽ ഡ്രാമയാണ് ആഫ്റ്റർ ദ ഹണ്ട്. യേലിലെ പ്രൊഫസറായ ആൽമ ഓൾസണിന്റെ കഥയാണ് ചിത്രം പറയുന്നത്. ജൂലിയ റോബർട്ട്സ് ആണ് പ്രധാന വേഷത്തിലെത്തുന്നത്. ഒക്ടോബർ 10 ചിത്രം റിലീസിനെത്തുക. ഗോഡാഗ്നിയോയുടെ മറ്റ് ചിത്രങ്ങൾ പോലെ ഈ സിനിമയും മനുഷ്യബന്ധങ്ങളുടെ സങ്കീർണതകളാണ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. സാംസ്കാരിക യുദ്ധ പോരാട്ടങ്ങളുമായി മല്ലിടുന്ന ഒരു കോളേജ് ക്യാമ്പസിലുണ്ടാകുന്ന സംഭവ പരമ്പരയാണ് ചിത്രം പറയുന്നത്. ഗ്രിഡിനും യഥാർത്ഥ ലോകത്തിനും ഇടയിലുള്ള രേഖകൾ മങ്ങുമ്പോൾ എന്ത് സംഭവിക്കും? ഐക്കോണിക് സയൻസ് ഫിക്ഷൻ പരമ്പരയുടെ പുതിയ ഭാഗം ട്രോൺ ആരിസിൽ അപകടകരമായ ഒരു ദൗത്യത്തിൽ മനുഷ്യലോകത്തേക്ക് കടന്നുപോകുന്ന ഒരു അത്യാധുനിക AI കമ്പ്യൂട്ടർ പ്രോഗ്രാമിനെ അവതരിപ്പിക്കുന്നു. ജാരഡ് ലെറ്റോയാണ് പ്രധാന
വേഷത്തിലെത്തുന്നത്. ട്രോൺ ലെഗസി എന്നിവയിൽ നിന്നും വ്യത്യസ്തമായി യഥാർത്ഥ ലോകത്തിലാണ് പശ്ചാത്തലം പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെന്നാണ് വിലയിരുത്തൽ. ഗ്രേറ്റ ലീ, കാമറൂൺ മൊണാഗൻ, ഇവാൻ പീറ്റേഴ്സ്, ഗില്ലിയൻ ആൻഡേഴ്സൺ, ജോഡി ടർണർ സ്മിത്ത്, ആർത്തുറോ കാസ്ട്രോ, ഹസൻ മിൽഹാജ്, ജെഫ് ബ്രിഡ്ജസ് തുടങ്ങിയ വലിയ താരനിര ചിത്രത്തിൽ പ്രതീക്ഷിക്കാം. ജെഫ് ബ്രിഡ്ജസിന്റെ സാന്നിധ്യം ഇതിനോടകം ഹോളിവുഡിൽ വൻ ചർച്ചയ്ക്കും വഴിവെച്ചിട്ടുണ്ട്. 2022 ഹിറ്റ് ഹൊറർ ത്രില്ലർ ചിത്രമായ ദി ബ്ലാക്ക് ഫോണിന്റെ രണ്ടാം ഭാഗം ഒക്ടോബർ 17 റിലീസിനെത്തുന്നു. ഇതൊരു സൂപ്പർ നാച്ചുറൽ ഹൊറർ ഫിലിമാണ്. ഒന്നാം ഭാഗത്തിലെ അഭിനേതാക്കൾ വീണ്ടും തുടർഭാഗത്തിലുണ്ടാകുമെന്നാണ് സൂചന. സ്കോട്ട് ഡെറിക്സൺ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ ഏതൻ ഹോക്ക്, മേസൺ തേംസ്, മഡ്ലിൻ മക്ഗ്രോ, ജെറമി ഡേവിസ്, മിഗുവൽ മോറ എന്നിവരാണ് പ്രധാന അഭിനേതാക്കൾ. കൊല്ലും കൊലയും അദൃശ്യശക്തികളുമായി ഹൊറർ മൂവിയുടെ പുതിയ അനുഭവമായിരിക്കും ചിത്രം സമ്മാനിക്കുക. ബ്ലംഹൌസ് സിഇഒ ജേസൺ ബ്ലമ്മും ഹോക്കും തമ്മിലുള്ള കൂട്ടുകെട്ടിലെ 9ാമത്തെ ചിത്രമാണ് ബ്ലാക്ക് ഫോൺ 2. ഒക്ടോബർ 17 റിലീസിനെത്തുന്ന പുതിയ കോമഡി ചിത്രം ഗുഡ് ഫോർച്യൂൺ അസീസ് അൻസാരിയാണ് സംവിധാനം ചെയ്യുന്നത്. കീനു റീവ്സ്, കെ പാമർ, സാന്ദ്ര ഓ, സേത്ത് റോജൻ എന്നിവർ പ്രധാന കഥാപാത്രങ്ങളിലെത്തുന്നു. പാർക്സ് ആൻഡ് റിക്രിയേഷൻ, മാസ്റ്റർ ഓഫ് നോൺ എന്നീ ചിത്രങ്ങളിലൂടെ പ്രശസ്തനായ സംവിധായകനാണ് അസീസ് അൻസാരി. ബോസിനെ ഒരു പാഠം പഠിപ്പിക്കാൻ അവന്റെ ശരീരത്തിൽ വസിക്കുന്ന ഒരു മാലാഖയുടെ കഥയാണ് ചിത്രം പറയുന്നത്. ഇനി പ്രധാന ഇവന്റുകൾ. കൊക്കോൺ 2025 ഒക്ടോബർ 7 മുതൽ 11 വരെ കൊച്ചി ഗ്രാൻഡ് ഹയാത്തിൽ. ദക്ഷിണേന്ത്യയുടെ പ്രീമിയർ ബിസിനസ് ആൻഡ് കംപ്ലയൻസ് കോൺക്ലേവ് കോംപ്ലി നെക്സ്റ്റ് 2025 ഒക്ടോബർ 11 തൃക്കാക്കരയിൽ. കേരളത്തിലെ ഏറ്റവും വലിയ സംരംഭക സമ്മേളനം ടൈക്കോൺ കേരള 2025 നവംബർ 21 മുതൽ 22 വരെ കുമരകത്ത്. ഇൻഡസ്ട്രിയൽ എക്സിബിഷൻ ജനുവരി 16 മുതൽ 18 വരെ അങ്കമാലി അഡ്ലക് സെന്ററിൽ. ഇതോടെ ബിസ്നെക്സ്റ്റ് അവസാനിക്കുന്നു. അടുത്തയാഴ്ച കാണാം. ബൈ.